Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിങ്ക്രണസ് മെഷീൻ ആയിരുന്നു. അതിൽ ഓൾട്ടർനേറ്ററിൻ്റെ പവർ ഫ്ലോ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പവർ ഫ്ലോ രണ്ടെണ്ണത്തിലും പഠിക്കാനുണ്ടായിരുന്നു. നമ്മളുടെ സിലിണ്ടറിക്കലും പഠിക്കാനുണ്ട്, സാലൻറ്റ് പോളും പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ സിലിണ്ടറിക്കലിൻ്റെ പവർ ഫ്ലോ ചെയ്തു. അതിന് നമ്മൾ എടുക്കാനുള്ളത് നമ്മളുടെ സാലൻറ്റ് പൂളിൻ്റെ പവർ ഫ്ലോനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ സാലൻറ്റ് പൂളിൻ്റെ പവർ ഫ്ലോനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, നമ്മളുടെ പവർ ഇക്വേഷൻ ഫോർ സാലിയൻറ്റ് പൂൾ ഓൾട്ടർനേറ്റർ. ഓക്കെ, പവർ ഇക്വേഷൻ ഫോർ സാലിയൻറ്റ് പൂൾ ഓൾട്ടർനേറ്റർ. അപ്പോൾ പവർ ഫ്ലോ ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ യു റൈറ്റ് വിത്ത് 0 ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഈ പവർ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മളിതിൽ മുന്നേ സാലൻറ്റ് പൂളിൻ്റെ ഒരു വെക്ടർ ഡയഗ്രാം വരച്ചിരുന്നു. അതേ വെക്ടർ ഡയഗ്രത്തിൻ്റെ അനാലിസിസ് തന്നെയാണ് ഇവിടെയും നമ്മൾ നോക്കുന്നത്. അപ്പോൾ യു ഡ്രോ അവർ സെയിം വെക്ടർ ഡയഗ്രാം. നിങ്ങൾ നോട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മളിതിന് മുന്നേ വരച്ച അതേ വെക്ടർ ഡയഗ്രാം തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സെയിം വെക്ടർ ഡയഗ്രാം നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇത് വരും, ഇവിടെ നല്ല വോൾട്ടേജ് വി, പിന്നെ ഇവിടുത്തെ കറണ്ട് IA, ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് സൈ, ഇത് ഡോ, ഇത് ഫൈ. ഓക്കെ, നേരത്തെ അതേ ഫിഗർ തന്നെയാണ്, അപ്പോൾ പ്രശ്നം വരുന്നില്ല. ഇത് IQ, ഇതാണ് നമ്മളുടെ ID, ദിസ് ഈസ് യുവർ D ആക്സിസ്, ഇവിടെ ഉള്ളതാണ് IDXD, ഇതാണ് V കോസ് ഡോ. ഓക്കെ, ഇത് E, this is your Q axis, IQXQ, ഇതാണ് നമ്മളുടെ V സൈൻ ഡോ, this is your voltage V. ഓക്കെ, ഇതായിരുന്നു നമ്മൾ വെക്ടർ ഡയഗ്രാം ഫോർ 0 ആർമേച്ചർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് കുറച്ച് ഡാറ്റ എഴുതാനുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ IDXDനെ കുറിച്ചാണ്. IDXD എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. സോ അവർ IDXD ഈസ് ഈക്വൽ ടു E മൈനസ് V കോസ് ഡോ. നമ്മൾ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. IDXD എന്ന് പറയുന്നത് എന്താണ്? E മൈനസ് V കോസ് ഡോ ആണ്. സിമിലർലി നമ്മളുടെ IQXQ എന്താണെന്ന് നോക്കാം. IQXQ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് V സൈൻ ഡോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്നും നമുക്ക് ID കിട്ടുമല്ലോ. ID എന്തായിരിക്കും? ഇറ്റ് ഈസ് E മൈനസ് V കോസ് ഡോ ഡിവൈഡഡ് ബൈ XD. സിമിലർലി IQ എന്ന് പറയുന്നത് എന്താണ്? V സൈൻ ഡോ ഡിവൈഡഡ് ബൈ XQ. അപ്പോൾ നമുക്ക് IDയും കിട്ടും, IQവും കിട്ടും. നമ്മൾക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം. പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മൾ സാധാരണ പവർ ചെയ്യുന്ന പോലെ തന്നെ ID ഇൻറ്റു നമ്മളുടെ വോൾട്ടേജ് കമ്പോണൻറ്റ് അലോങ് D ആക്സിസ്. ഓക്കെ, D ആക്സിസിൻ്റെ അടുത്തുള്ള വോൾട്ടേജ് കമ്പോണൻറ്റ് പ്ലസ് IQ ഇൻറ്റു നമ്മളുടെ വോൾട്ടേജ് കമ്പോണൻറ്റ് അലോങ് Q ആക്സിസ്. ഓക്കെ, അപ്പോൾ ID ഇൻറ്റു വോൾട്ടേജ് കമ്പോണൻറ്റ് അലോങ് D ആക്സിസ് പ്ലസ് IQ ഇൻറ്റു വോൾട്ടേജ് കമ്പോണൻറ്റ് അലോങ് Q ആക്സിസ്. അപ്പോൾ നമ്മൾക്ക് IDൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചത് എന്താണ്? ഇതെല്ലാം വെക്ടർ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ മാത്സ് ആണ്. ഈ രണ്ട് സാധനം ഈ വെക്ടർ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. V മൈനസ് V കോസ് ഡോ ഡിവൈഡഡ് ബൈ XD ഇൻറ്റു V സൈൻ ഡോ പ്ലസ് V സൈൻ ഡോ, അതായത് IQ. ഓക്കെ, V സൈൻ ഡോ ഡിവൈഡഡ് ബൈ XQ ഇൻറ്റു, അതായത് നമ്മളുടെ വോൾട്ടേജ് അലോങ് D ആക്സിസ് എന്ന് പറയുന്നത് V സൈൻ ഡോവും വോൾട്ടേജ് അലോങ് Q ആക്സിസ് എന്ന് പറയുന്നത് V കോസ് ഡോ ആണ് കേട്ടോ. അങ്ങനെയാണ് നമുക്കിവിടെ V സൈൻ ഡോന്നും V കോസ് ഡോന്നും കിട്ടുന്നത്. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് EV ബൈ XD ഇൻറ്റു സൈൻ ഡോ
മൈനസ് വി സ്ക്വയർ ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ ഡോ ഇൻറ്റു കോസ് ഡോ, ശരിയല്ലേ, പ്ലസ് വി സ്ക്വയർ ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ ഡോ ഇൻറ്റു കോസ് ഡോ. ഓക്കെ, എക്സ് ഡി അല്ല, സോറി, എക്സ് ഡി അല്ല, എക്സ് ക്യൂ കേട്ടോ, എക്സ് ക്യൂ. ഓക്കെ, മൈനസ് വി സ്ക്വയർ ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ ഡോ കോസ് ഡോ പ്ലസ് വി സ്ക്വയർ ബൈ എക്സ് ക്യൂ ഇൻറ്റു സൈൻ ഡോ കോസ് ഡോ. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പ്രൂഫാണ്. നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ടെർമിനോളജിയാണ്. ഇത് ഒരു സൈഡിൽ വരും, പിന്നെ ഇതിനെ രണ്ടിനെ നമ്മൾ എക്സ് ക്യൂ എക്സ് ഡി നമ്മൾ മാറ്റി എഴുതും. അങ്ങനെ നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഇതാണ് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത്. ദ പവർ പി ഈസ് ഈക്വൽ ടു ഇ വി ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ ഡോ പ്ലസ് വി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 ബൈ എക്സ് ക്യൂ മൈനസ് 1 ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ 2 ഡോ, ശരിയല്ലേ. സൈൻ ഡോ കോസ് ഡോ എന്നൊക്കെ പറഞ്ഞാൽ സൈൻ 2 തീറ്റ എന്ന് എഴുതാം. 2 തീറ്റ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 കൊടുക്കണം. അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ യുവർ പവർ ഫ്ലോ ഇക്വേഷൻ ഓഫ് എ സാലിയൻറ്റ് പോൾ മെഷീൻ. ഇതാണ് നമ്മുടെ സാലിയൻറ്റ് പോൾ മെഷീൻ്റെ പവർ ഫ്ലോൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ 2 പവറിൻ്റെ സാന്നിധ്യം വരുന്നുണ്ട്. ഒന്നാമത്തെ പവർ എന്ന് പറയുന്നത് ഈ പവറാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് പവർ. ഈ മൊത്തം ടേമാണ്, പ്ലസിന് മുമ്പുള്ള ഈ ടേം. ഇതിനെ വിളിക്കുന്ന പേരുണ്ട്, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് പവർ. ഓക്കെ, ഈ പവറിൻ്റെ പേരാണിത് ഇലക്ട്രോ മാഗ്നറ്റിക് പവർ, PEM. അപ്പോൾ PEM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇ വി ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ ഡോ. ഇനി ഇവിടുത്തെ ഈ പവറിനെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ് പവർ. ഓക്കെ, ഈ വിളിക്കുന്ന പവറിൻ്റെ പേരാണ് റിലക്റ്റൻസ് പവർ. സോ ദിസ് ഈസ് റിലക്റ്റൻസ്. അപ്പോൾ റിലക്റ്റൻസ് പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 ബൈ എക്സ് ക്യൂ മൈനസ് 1 ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ 2 ഡോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് പവർ, നമ്മുടെ റിലക്റ്റൻസ് പവറിൻ്റെയും ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മൾക്ക് 2 ടൈപ്പ് പവർ ഉണ്ട്. നമ്മൾ നേരത്തെ ഒറ്റ പവർ ഉണ്ടായിരുന്നു, എന്നാൽ ഇ വി ബൈ എക്സസ്, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ റിയാക്റ്റീവ് പവർ ഉണ്ടാണ്. ഇവിടെ ഈ ടോട്ടൽ പവറിൽ തന്നെ 2 പവറുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ 2-3 ഇൻഫറൻസുകളാണ് ഇനി പഠിക്കാനുള്ളത് നമ്മളിതിൽ. അതായത് ഇവിടുത്തെ ഈ റിലക്റ്റൻസ് പവർ ഉണ്ടല്ലോ, അതായത് ദ റിലക്റ്റൻസ് പവർ ഈസ്, വേണമെങ്കിൽ ചോദിക്കാം, റിലക്റ്റൻസ് പവർ ഈസ് അപ്രോക്സിമേറ്റ്ലി equal to ഒരു 15 to 20% ഓഫ് ടോട്ടൽ പവർ പിൻ്റെ. ഓക്കെ, ടോട്ടൽ പവർ പിൻ്റെ 15 മുതൽ 20% വരെയാണ് നമുക്ക് ഏത് പവർ വരിക, നമ്മുടെ റിലക്റ്റൻസ് പവർ വരിക. ഓക്കെ, അതൊരു ഒന്നാമത്തെ പോയിൻ്റായിട്ട് പഠിക്കുക. ടോട്ടൽ പവറായി, ഇതാണ് നമ്മുടെ ടോട്ടൽ പവർ പി കേട്ടോ. അതിൻ്റെ 15 മുതൽ 20% വരെയാണ് നമ്മൾ ഈ പറഞ്ഞ പുതിയ റിലക്റ്റൻസ് പവർ വരുന്നത്. ഇനി നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ, അതായത് PEM ഡിപ്പെൻസ് ഓൺ എക്സൈറ്റേഷൻ. ക്ലിയർ? ഇലക്ട്രോ മാഗ്നറ്റിക് പവർ എക്സൈറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യും, കാരണം ഇ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എക്സൈറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. വേറാസ് നിങ്ങളുടെ റിലക്റ്റൻസ് പവർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ എക്സൈറ്റേഷൻ. ഇവിടെ റിലക്റ്റൻസ് പവർ ഇൻഡിപെൻഡൻറ്റിനെ എക്സൈറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അത് ചോദിക്കാറുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഡിപ്പെൻഡ്സ് ഓൺ എക്സൈറ്റേഷൻ. ഇ ഉണ്ടോയെന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഇ ഉള്ളതുകൊണ്ട് എക്സൈറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. റിലക്റ്റൻസ് പവറിൽ ഇ ഇല്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, എക്സൈറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക. അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു ഒരു പുതിയ ടേം പഠിക്കുക. അതായത് നമ്മളുടെ കയ്യിലുള്ള മെഷീൻ, ഇഫ് ദ മെഷീൻ അല്ലെങ്കിൽ നമ്മളുടെ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, അവിടെ എഴുതി വയ്ക്കുക, ഇഫ് ദ മെഷീൻ റൊട്ടേറ്റ്സ് അറ്റ് സിങ്കണസ് സ്പീഡിൽ. ഇപ്പോൾ നമ്മളുടെ മെഷീൻ സിങ്കണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു വിത്തൗട്ട് എക്സൈറ്റേഷൻ. ഓക്കെ, എക്സൈറ്റേഷൻ ഇല്ലാതെ തന്നെ നമ്മളുടെ മെഷീൻ സിങ്കണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് മെഷീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺഎക്സൈറ്റഡ് സിങ്കണസ് മെഷീൻ. കാരണം എക്സൈറ്റേഷനൊന്നും ഇല്ല, പക്ഷെ എന്നാലും മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സൈറ്റേഷൻ ഇല്ലാത്ത മെഷീനുകളെ നമ്മൾ അൺഎക്സൈറ്റഡ് സിങ്കണസ് മെഷീൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ അൺഎക്സൈറ്റഡ് സിങ്കണസ് മെഷീനുകളെ വിളിക്കുന്നൊരു പേരുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മളിവിടെ ഇപ്പോൾ തന്നെ പഠിച്ചു പോയേ ഉള്ളൂ. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ
എക്സൈറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യും. റിലക്റ്റൻസ് പവർ എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? എക്സൈറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് എക്സൈറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ടൈപ്പ് പവറിനെ നമ്മൾ റിലക്റ്റൻസ് പവർ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അങ്ങനത്തെ എക്സൈറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യാത്ത ടൈപ്പ് മെഷീനുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? റിലക്റ്റൻസ് മെഷീനുകളെ വിളിക്കാം. അപ്പോൾ ഇത് ചോദ്യമായിട്ട് വരാറുണ്ട്. അൺഎക്സൈറ്റഡ് സിംഗ്രണസ് മെഷീൻ എന്ന് പറഞ്ഞാൽ റിലക്റ്റൻസ് മെഷീനുകൾ ആണ്. ജനറേറ്റർ ആവും, മോട്ടർ ആവും, വാട്ട് എവർ ഏതാണ് ഓപ്ഷനിൽ തന്നെ നോക്കിയാൽ മതി. ഓർത്ത് വെച്ചാൽ മതി എക്സൈറ്റേഷൻ ഇല്ലാത്ത സിംഗ്രണസ് മെഷീനുകളെ, അതായത് സിംഗ്രണസ് മെഷീൻ ആണെങ്കിൽ ഏത് സ്പീഡിൽ കറങ്ങണം? സിംഗ്രണസ് സ്പീഡിൽ കറങ്ങണം. അങ്ങനെ അൺഎക്സൈറ്റഡ് ആയിട്ടുള്ള സിംഗ്രണസ് മെഷീനുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലക്റ്റൻസ് മെഷീനുകൾ. ഓക്കെ. പിന്നെ ഒരു പോയിന്റ് ഓർക്കേണ്ടത്, നമ്മൾ ഈ റിലക്റ്റൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ടോട്ടൽ പവറിൽ റിലക്റ്റൻസ് പവർ ഉണ്ടല്ലോ അല്ലേ, ഇത് ആക്ച്വലി നമ്മളെ സാധാരണ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ EV/XS sin ഡോ മാത്രമല്ല, നമ്മുടെ EV/XS sin ഡോ മാത്രമാണ് എവിടെ വന്നത്? സിലിണ്ടറിക്കൽ പോളിൽ. പക്ഷെ ഇവിടെ EV/XD sin ഡോ ആണ്. അറ്റ് ദ സെയിം ടൈം ഒരു പുതിയൊരു പവർ കൂടി വന്നു. മറ്റേതിൽ പവർ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഒരു എക്സ്ട്രാ പവർ വന്നു. ഈ എക്സ്ട്രാ റിലക്റ്റൻസ് പവർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മളുടെ സാലന്റ് പോൾ മെഷീൻ ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ, സാലന്റ് പോൾ മെഷീൻ കൂടുതൽ സ്റ്റേബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഹാവിങ് മോർ പവർ ഔട്ട്പുട്ട് അല്ലേ? മറ്റേതിനെക്കാട്ടും കൂടുതൽ പവർ ഔട്ട്പുട്ട് ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ സ്റ്റേബിളുമാണ്, കൂടുതൽ പവർ ഔട്ട്പുട്ടും നമ്മൾക്ക് ഈ സാലന്റ് പോൾ മെഷീനിൽ നിന്ന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് ആര്? നമ്മുടെ റിലക്റ്റൻസ് പവർ. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇനി ഈ ഇക്വേഷനെ ബേസ് ചെയ്തൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ, നമ്മളെ റിലക്റ്റൻസ് പവർ ഈസ് മാക്സിമം at dou equal to dash. Similarly നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് പവർ ഈസ് മാക്സിമം അറ്റ് ഡോ ഈക്വൽ ടു ഡാഷ്. നമ്മളെ റിലക്റ്റൻസ് പവർ എപ്പോഴാണ് മാക്സിമം, ഇലക്ട്രോമാഗ്നറ്റിക് പവർ എപ്പോഴാണ് ഡോ മാക്സിമം. നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇലക്ട്രോമാഗ്നറ്റിക് പവർ മാക്സിമം ആവണമെങ്കിൽ ഇവിടുത്തെ ഡോവിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? ഡോ 0 ആണെങ്കിൽ മൊത്തം പവർ എന്താവും? 0 ആവും അല്ലേ? നമുക്ക് മാക്സിമം കിട്ടണമെങ്കിൽ ഡോ എന്തായിരിക്കണം? 90 ആയിരിക്കണം. അപ്പോൾ സൈൻ 90 ആകുമ്പോഴാണ് ഇത് 1 ആവുക. അപ്പോൾ ഇത് മാക്സിമം ഈ മൊത്തം വാല്യൂ വരും. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് പവർ മാക്സിമം ആണെങ്കിൽ ഡോ എത്രയാവണം? 90 ആവണം. ഇനി റിലക്റ്റൻസിൽ നോക്കൂ. റിലക്റ്റൻസിൽ സൈൻ ഡോ അല്ല, സൈൻ എന്താണ്? 2 ഡോ ആണ്. അതായത് ഈ സൈൻ 2 ഡോ എന്നുള്ള വാല്യൂ എത്രയാവണം? സൈൻ 90 ആവണം. അതായത് 2 ഡോ 90 ആവണം. അപ്പോൾ ഡോ എത്ര ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. 45 ഡിഗ്രി ആകുമ്പോൾ മാത്രമാണ് റിലക്റ്റൻസ് പവർ മാക്സിമം ആവുക. അപ്പോൾ റിലക്റ്റൻസ് പവർ മാക്സിമം ആണെങ്കിൽ നമ്മളുടെ ആംഗിൾ എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. അതാണ് നമ്മൾക്ക് അറിയേണ്ട പോയിന്റ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് ടേം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് പവർ ഇക്വേഷൻ ഫോർ അവർ സാലന്റ് പോളിൽ പഠിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളെ പവർ ആംഗിൾ കർവാണ്. ഓക്കെ, നമ്മുടെ പവർ ആംഗിൾ കർവ്, അതായത് പവർ ആംഗിൾ എന്ന് പറയുമ്പോൾ പി വീസസ് ഡോ, പവർ വീസസ് ആംഗിൾ. ഓക്കെ, ഈ പവർ ആംഗിൾ കർവ് ജസ്റ്റ് ഇത് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മൾ സിലിണ്ടറിക്കൽ റോട്ടർ മെഷീനിലാണ്. ഓക്കെ, സിലിണ്ടറിക്കൽ റോട്ടർ മെഷീനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? EV/XS sin ഡോ ആണ് അല്ലേ? ഈ EV/XSന് ഇത് നമ്മൾ പി മാക്സ് എന്ന് വിളിക്കാമല്ലോ അല്ലേ? അപ്പോൾ മാക്സിമം പവർ എന്ന് പറയുന്നത് എത്ര? EV/XS. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എഴുതാം, ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലോഡ് ആംഗിൾ കർവ് ഒന്ന് വരയ്ക്കാം. ഇതിൽ കൂടുതൽ ഇങ്ങനെ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഈ കർവ് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എവിടെയാണ് സ്റ്റേബിൾ എന്നുള്ള പോയിന്റ് മാത്രമേ അറിയാനുള്ളൂ ഇതിൽ. ഇത് പവർ പി, ഇത് പവർ പി.
ഇതാണ് നമ്മുടെ മാക്സിമം പവർ എക്സിബിറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ പി മാക്സ്. ഇതാണ് നമ്മുടെ എന്ത് പി മാക്സ്. ക്ലിയർ? ഈ റീജിയനാണ് നമ്മൾ എന്ത് റീജിയൻ എന്ന് വിളിക്കുന്നത്? സ്റ്റേബിൾ റീജിയൻ എന്ന് വിളിക്കുന്നത്. സിമിലർലി ഇതാണ് നമ്മളുടെ എന്ത് അൺസ്റ്റേബിൾ റീജിയൻ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും വരും. ദിസ് ഈസ് കോൾഡ് ആസ് യുവർ സ്റ്റേബിൾ റീജിയൻ ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് യുവർ അൺസ്റ്റേബിൾ റീജിയൻ. ഓക്കെ, അപ്പം ഇവിടെയുള്ള ടെർമിനോളജി എന്ന് പറഞ്ഞാൽ മോട്ടർ ആയിരിക്കും, ഇവിടെയുള്ളതായിരിക്കും എന്ത് ജനറേറ്റർ. ഓക്കെ, ഇത് മോട്ടർ, ഇതെന്താണ്? ഇത് ജനറേറ്റർ. ഓക്കെ, ഇതാണ് നമ്മളുടെ സിലിണ്ടറിക്കൽ പൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ ഈ ഒരു റീജിയനാണ് നമ്മൾ മൊത്തം സ്റ്റേബിൾ റീജിയൻ എന്ന് പറയുക, അതായത് രണ്ട് സൈഡിലും. ഓക്കെ, ഇപ്പോൾ ജനറേറ്റർ ആണെങ്കിൽ ഇത് അൺസ്റ്റേബിൾ സ്റ്റേബിൾ, അത് ഇത് അൺസ്റ്റേബിളും ഇത് സ്റ്റേബിളുമാണ് കേട്ടോ. ഇത് സ്റ്റേബിൾ റീജിയൻ, ഇതും സ്റ്റേബിൾ, അപ്പോൾ ഇത് സ്റ്റേബിൾ ഇതും സ്റ്റേബിൾ. അപ്പോൾ ഈ റീജിയനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേബിൾ റീജിയൻ എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ സിലിണ്ടറിക്കൽ റോട്ടറിൻ്റെ ഇത് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ കാര്യം വരയ്ക്കേണ്ടി വരും. നമ്മളുടെ സാലിയൻ്റ് പൂളിനെയും വരയ്ക്കണം. സാലൻ്റ് പോൾ സിംഗ്രണസ് മെഷീൻ. സാലൻ്റ് പോളിൽ സിംഗ്രണസ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഓർക്കുക. EV/XD sin ഡോ പ്ലസ് V²/2 ഇൻറ്റു 1/XQ മൈനസ് 1/XD ഇൻറ്റു sin 2 ഡോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് 3 പവർ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ടോട്ടൽ പവർ പി, അതായത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് പവറും നല്ല റിലക്റ്റൻസ് ഫെയറും ഉള്ള സാധനം. ഇത് നമ്മളെ ഇലക്ട്രോമാഗ്നറ്റിക് പവറാണ്. ഇതാണ് നമ്മൾ 90 ഡിഗ്രി വരിക. ഇതാണ് നമ്മളെ ടോട്ടൽ പവറിൻ്റെ ആംഗിൾ വരിക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ റിലക്റ്റൻസ് പവർ 45 ഡിഗ്രി നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇലക്ട്രോമാഗ്നറ്റിക് പവർ മാക്സിമം വരുന്നത് നമ്മൾ പഠിച്ചത് 90 ഡിഗ്രി അല്ലേ. നമ്മുടെ ടോട്ടൽ പവർ ഈ 45 90 ഡിഗ്രിയും ഇടയിൽ എവിടെയോ ഒരു ആംഗിളിലാണ് അല്ലേ. അതാണ് അവിടെ മാക്സിമം പവർ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സാലൻ്റ് പോളിൻ്റെ പ്രത്യേകത. ക്ലിയർ? മോട്ടർ, ജനറേറ്റർ. ഓക്കെ, അപ്പോൾ മാക്സിമം പവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കാം. അത് നമ്മുടെ ടോട്ടൽ പവറാണ് നമ്മുടെ മാക്സിമം പവർ അല്ലേ. സോ അവർ മാക്സിമം പവർ ഈസ് ഒബ്റ്റെയിൻഡ് ഫോർ എ ലോഡ് ആംഗിൾ. ഏത് ലോഡ് ആംഗിളിലാണ് നമുക്ക് മാക്സിമം പവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇതിൽ രണ്ടിൻ്റെയും ഇടയിൽ എവിടെയോ ആണ് അല്ലേ. അപ്പോൾ ഡോ ലെസ് ദാൻ 90 ആണെന്നറിയാം. പക്ഷേ എക്സാക്ട്ലി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 60 to 70 ഡിഗ്രീസ്. ഓക്കെ, ഓർക്കുക നമ്മൾ സാലൻ്റ് പോൾ എടുക്കുമ്പോൾ 3 പവറിൻ്റെ കാര്യം കൺസിഡർ ചെയ്യണം. ഏതൊക്കെയാണ് 3 പവർ? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് പവർ കൺസിഡർ ചെയ്യണം, റിലക്റ്റൻസ് പവർ കൺസിഡർ ചെയ്യണം, നമ്മുടെ ടോട്ടൽ പവർ. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് പവറും റിലക്റ്റൻസ് പവറിൻ്റെയും സമ്മേഷൻ. അപ്പോൾ അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് പവർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിലാണ് മാക്സിമം വരിക. റിലക്റ്റൻസ് പവർ ആണെങ്കിൽ 40 ഡിഗ്രിയാണ് മാക്സിമം വരിക. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെ സമ്മേഷനാണ്. അപ്പോൾ ആ സമ്മേഷനിൽ മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യുന്ന ലോഡ് ആംഗിൾ കറക്റ്റ് വാല്യൂ ചോദിക്കുവാണെങ്കിൽ അത് ലെസ് ദാൻ 90 ആണ്. ആ ലെസ് ദാൻ 90 ഉണ്ടാകുമ്പോൾ തന്നെ ആ ലെസ് ദാൻ 90യിൽ ഏതിൻ്റെ ഇടയിലാണെന്ന്
ചോദിക്കാം. അപ്പോൾ ഏതിൻ്റെ ഇടയിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം 90 <90 ഇടയിൽ ഏതോ ഒരു ആംഗിളിലാണെന്ന് പറയാം. അപ്പോൾ ആ <90 ഏത് ആംഗിളിലാണ് കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ ദാറ്റ് 45-ൻ്റെയും 90-ൻ്റെയും ഇടയിൽ. ആ 90-ൻ്റെ ഇടയിലുള്ള കറക്റ്റ് ആംഗിൾ ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ് 16-ൻ്റെയും 17-ൻ്റെയും 16-ൻ്റെയും ഇടയിലുള്ള ഒരു ആംഗിളാണ് മാക്സിമം പവർ ഒബ്റ്റെയിൻ ചെയ്യുക. അതുമാണ് ഫസ്റ്റ് ഇൻഫറൻസ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന്. രണ്ടാമത് നമ്മളുടെ ഈ ആംഗിൾ കർവ് പി വേഴ്സസ് ആംഗിൾ കർവ് എന്ന് പറയുന്നത് ഇത് കറക്റ്റ് സൈനസോയിഡലാണോ? അല്ലല്ലോ, ഇറ്റ് ഈസ് നോൺ സൈനസോയിഡൽ എന്നുള്ള പോയിന്റ് ഓർക്കുക. പിന്നെ ഒരു പോയിന്റ് നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ സംഭവം അല്ലെങ്കിൽ നമ്മൾ പവർ സ്റ്റേബിളാണ് അല്ലേ? അതായത് സ്റ്റെബിലിറ്റീനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ സ്റ്റെബിലിറ്റീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പവർ അല്ല നമ്മുടെ മെഷീൻ സ്റ്റേബിൾ ആവുന്നത്, അതായത് സ്റ്റേബിൾ ആവുന്നത് വെച്ചാൽ നമ്മളെ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, നമ്മളുടെ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഈസ് മോർ ഫോർ ഏതിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മെഷീന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ സാലിയൻ്റ് പോൾ മെഷീനുകൾക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഡ്യൂ ടു എക്സ്ട്രാ റിലക്റ്റൻസ് പവർ കാരണമാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് വെക്കുക. സ്റ്റഡി സ്റ്റേറ്റബിലിറ്റി ഈസ് മോർ ഫോർ അവർ സിംഗണസ് മെഷീൻ വിത്ത് ഡ്യൂ ടു നമ്മളുടെ എക്സ്ട്രാ റിലക്റ്റൻസ് പവർ. ക്ലിയർ? അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത്രയും ആ പോയിന്റുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ പവറിനെ കുറിച്ച് അല്ലെങ്കിൽ പവർ ആംഗിളും നമ്മളുടെ ഡോവും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മൾ ഈ പവറിൻ്റെ വിത്ത് റെസ്പെക്ട് ഒരു കോഎഫിഷ്യൻ്റ് പറയും. ഓക്കെ, അതിൻ്റെ പേരാണ് സിങ്ക്രണൈസിങ് പവർ കോഎഫിഷ്യൻ്റ്. ഓക്കെ, സിങ്ക്രണൈസിങ് പവർ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് റിജിഡിറ്റി ഫാക്ടർ, ഓർ ദ നെയിം ഈസ് സ്റ്റിഫ്നെസ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ടെർമിനോളജികൾ. ഈ എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിങ്ക്രണൈസിങ് പവർ അല്ലെങ്കിൽ നമ്മളെ സ്റ്റെബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ റിജിഡിറ്റി ഫാക്ടർ എല്ലാം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് PSY കൊണ്ടാണ് കേട്ടോ, PSY. അപ്പോൾ ഈ എല്ലാത്തിനെയും നമുക്ക് കോമൺ പേരാണ്, അതാണ് നമ്മളെന്ത് PSY. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ സിങ്ക്രണൈസിങ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് അവർ സിങ്ക്രണൈസിങ് പവർ, ഓക്കെ, നമ്മളുടെ സിങ്ക്രണൈസിങ് പവർ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ലോഡ് ആംഗിൾ. പവറും ലോഡ് ആംഗിളിനും വേരിയേഷനും വിത്ത് റെസ്പെക്ട് വരുന്നതാണ് സിങ്ക്രണൈസിങ് പവർ. അപ്പോൾ ഇതിൻ്റെ സിങ്ക്രണൈസിങ് പവറിൻ്റെ ലോഡ് ആംഗിൾ കർവ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയ കർവാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇക്വേഷൻ വേറെ ഉണ്ട്, ഇക്വേഷനിൽ 2-3 ഇൻഫറൻസുകളും കൂടി പഠിക്കാനുണ്ട്, അതും പഠിക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പവറും നമ്മളുടെ സിങ്ക്രണൈസിങ് പവറും കൂടി വരക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വരക്കാം. അപ്പോൾ അത് വരക്കുന്നതിന് മുന്നേ ഞാൻ സിങ്ക്രണൈസിങ് പവറിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ടൊന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സിങ്ക്രണൈസിങ് പവർ എന്താണെന്ന് പറഞ്ഞത്, റേറ്റ് അറ്റ് വിച്ച് സിങ്ക്രണൈസിങ് പവർ വിത്ത് റെസ്പെക്ട് ടു ആരെ വേരി ചെയ്യണം, ലോഡ് ആംഗിളിനെ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ വേരി ചെയ്യുന്നതിനാണ് എന്താ പറയുക സിങ്ക്രണൈസിങ് പവർ എന്ന് പറയുക അല്ലേ. അപ്പോൾ ആ സിങ്ക്രണൈസിങ് പവർ നമ്മുടെ ലോഡ് ആംഗിൾ വിത്ത് റെസ്പെക്ട് വേരി ചെയ്യുമ്പോൾ നമ്മളവിടെ നമ്മൾക്ക് ഇക്വേഷൻ എങ്ങനെ നമ്മൾക്ക് എഴുതാം? വി ഹാവ് ടു റൈറ്റ് അവർ സിങ്ക്രണൈസിങ് പവർ PSY ഈക്വൽ ടു dP/d. ഇത് ആണ് സിങ്ക്രണൈസിങ് പവറിൻ്റെ ജനറൽ ടേം. അപ്പോൾ ഏതൊരു ഇതെടുത്താലും നിങ്ങൾ ഓർക്കുക, നമ്മളെ സിങ്ക്രണൈസിങ് പവർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഈ ഒരു
ടേം വിത്ത് റെസ്പെക്ട് ടു ആണ്. അപ്പോൾ പി എസ് വൈ ഈക്വൽ ടു നമ്മളുടെ ഡി പി ബൈ ഡി ഡോ. ക്ലിയർ? ഇതിൽ ചേഞ്ചുകളൊന്നും വരുന്നില്ല. അപ്പം ഇനി നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിവിടെ ഇതാണ് ജനറൽ ടേം. ഇത് ഏത് സാലന്റ് പോൾ ആയാലും സിങ്കണസ് ആയാലും എല്ലാത്തിനും ഈ ഇക്വേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ സ്റ്റെബിലിറ്റി പവർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഡി പി ബൈ ഡി ഡോ ആണ്. ഇനി നമ്മൾ ആദ്യം നമ്മൾ സിലിണ്ടറിക്കലിൻ്റെ നോക്കാം. ഓക്കെ, സിലിണ്ടറിക്കൽ മെഷീൻ്റെ കർവാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് സിലിണ്ടറിക്കൽ മെഷീൻ്റെ സ്റ്റെബിലിറ്റി സിങ്കണൈസിങ് പവർ കോഎഫിഷ്യന്റ് നോക്കാം. ഡി പി ബൈ ഡി ഡോ ഓഫ് പവർ നമ്മുടെ സിങ്കണൈസിങ് പവറിൻ്റെ പവർ എന്തായിരുന്നു? ഇറ്റ് ഈസ് ഇ വി ബൈ എക്സസ് ഇൻറ്റു സൈൻ ഡോ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഈ ഇ വി ബൈ എക്സസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ വി ബൈ എക്സസ് ഇൻറ്റു ഡി ബൈ ഡി ഓഫ് സൈൻ ഡോ. സൈന് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കോസ് ഡോ ആണ്. ശരിയല്ലേ? അപ്പം ഇവിടുത്തെ സിങ്കണൈസിങ് പവറിൻ്റെ ഇക്വേഷനാണ് ഇത്, ഇ വി ബൈ എക്സസ് ഇൻറ്റു കോസ് ഡോ. ആകെ വ്യത്യാസം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഡോ മാറിയിട്ട് എന്താവും, കോസ് ഡോ ആവും. ഓക്കെ, അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ സിങ്കണൈസിങ് പവർ കോഎഫിഷ്യൻറ്റ് പി എസ് വൈ എന്തിനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഈ സിങ്കണൈസിങ് പവർ കോഎഫിഷ്യൻറ്റ് ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി. നമ്മളെ സ്റ്റെബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ടേമാണ് ആക്ച്വലി നമ്മളുടെ സിങ്കണൈസിങ് പവർ കോഎഫിഷ്യൻറ്റ്. ക്ലിയർ? അപ്പോൾ നമുക്ക് പറയാം നമ്മളെ പി എസ് വൈ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണെന്ന് പറയാം, നമ്മളെ സ്റ്റെബിലിറ്റി ആണെന്ന് പറയാം. അപ്പോൾ സിങ്കണൈസിങ് പവർ കോഎഫിഷ്യന്റ് ഈസ് പ്രപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്രൈറ്റീരിയൻ ഫോർ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ക്രൈറ്റീരിയൻ ഫോർ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം നമ്മളെ പി എസ് വൈ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഡി പി ബൈ ഡി ഡോ ആണ്. ശരിയാണല്ലോ? ഇഫ് സപ്പോസ് നമ്മളുടെ പി എസ് വൈ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റേബിൾ സിസ്റ്റം എന്ന് വിളിക്കും. ക്ലിയർ? ഇനി പി എസ് വൈ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ അൺസ്റ്റേബിൾ എന്ന് വിളിക്കും. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ നമ്മൾ ക്രിട്ടിക്കലി സ്റ്റേബിൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സ്റ്റെബിലിറ്റിയെ ഈ തരത്തിൽ ഡിഫൈൻ ചെയ്യാം. ഒറ്റ കാര്യമാണ് മെയിനായിട്ട് ഓർക്കുന്നത്, സ്റ്റേബിൾ ആവണമെങ്കിൽ നമ്മളെ പി എസ് വൈ എന്ന് പറയുന്നത് എന്താണ്, ഡി പി ബൈ ഡി ഡോ എന്തായിരിക്കണം, പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പവറിൻ്റെ ഗ്രാഫാണ്, സാധാ പവർ. കാരണം ഇവിടെ മാക്സിമം നമുക്ക് 90 വരുന്ന സാധനം അല്ലേ. പി എസ് വൈ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഡോ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, സോ ദിസ് ഈസ് അവർ പി എസ് വൈ. ഇത് സാധാരണ ഇവിടുത്തെ ഇത് നമ്മൾ സ്റ്റേബിൾ എന്ന് വിളിക്കും. ദിസ് ഈസ് യുവർ അൺസ്റ്റേബിൾ. സിങ്കണൈസിങ് പവർ നെഗറ്റീവായി, ഇവിടെ പോസിറ്റീവ് ആകുന്ന സമയത്ത് മാത്രമേ സ്റ്റേബിൾ ആവുള്ളൂ. നെഗറ്റീവ് ആയിക്കാണ് നമുക്ക് എന്ത് പറയാം, അൺസ്റ്റേബിൾ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ള നമ്മളുടെ സിലിണ്ടറിക്കൽ മോട്ടറിനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യം. ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റെബിലിറ്റീൻ്റെ കേസിൽ നമുക്ക് സാലന്റ് പോളിലും പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സാലന്റ് പോളിൽ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. പറഞ്ഞ സാലന്റ് പോൾ നോക്കാം. അപ്പോൾ സാലന്റ് പോൾ സിങ്കണസ് മെഷീൻ. അപ്പോൾ സാലന്റ് പോൾ സിങ്കണസ് മെഷീനിലും നമ്മളെ ഇക്വേഷൻ ഒന്നും മാറുന്നില്ല. സിങ്കണൈസിങ് പവർ കോഎഫിഷ്യന്റ് ഡി പി ബൈ ഡി ഡോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡി പി ബൈ ഡി ഡോയിലുള്ള ഇക്വേഷൻ മാത്രം മാറും. എന്താവും, ഡി ബൈ ഡി ഡോ ഇൻറ്റു പവറിന് പകരം എന്താവും, ഇ വി ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ ഡോ പ്ലസ് വി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 ബൈ എക്സ് ക്യൂ മൈനസ് 1 ബൈ എക്സ് ഡി ഇൻറ്റു സൈൻ 2 ഡോ ആവും. ഓക്കെ, ഇതാണ് നമ്മളുടെ പവറിൻ്റെ ഇക്വേഷൻ അല്ല, ടോട്ടൽ പവറിൻ്റെ ഇക്വേഷൻ. ദെൻ ഇത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. ഇ വി ബൈ എക്സ് ഡിക്കൊന്നും മാറ്റില്ല. ഈ സൈൻ ഡോ ഉള്ള സ്ഥലത്ത് നേരത്തെ പോലെ എന്താവും, കോസ് ഡോ ആവും. അതാണ് നമ്മളുടെ ഒരു മാറ്റം അല്ലേ, കോസ് ഡോ ആവും. ദെൻ പ്ലസ് വി സ്ക്വയർ ബൈ 2 ഉണ്ടാവുമോ, 2 ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. 2 ഉണ്ടാവില്ലല്ലോ, കാരണം ഈ സൈൻ 2 ഡോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് 2 ഡോ ആവും.
കോസ് 2 ഇൻറ്റു 2 എന്നാവില്ല. അപ്പോൾ ആ 2ഉം ഈ 2 എന്താവും, കട്ടാവും. അപ്പോൾ വി സ്ക്വയർ മാത്രമായിട്ട് വരും. വി സ്ക്വയർ ഇൻറ്റു 1/x³ മൈനസ് 1/xd ഇൻറ്റു കോസ് 2 അപ്പം ഓർക്കുക, നമ്മൾ സാധാരണ പവറിനെ കാട്ടി ഈ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ നമ്മളുടെ ഏതിലുള്ളൂ, നമ്മളെ സിങ്കണൈസിങ് പവറിൽ വരുന്നുള്ളൂ. ഈ സൈൻ ഡോ മാറിയിട്ട് എന്താവും, കോസ് ഡോ ആവും. ഇവിടുത്തെ 2 എന്ത് ചെയ്യും, മാറും. സൈൻ 2 മാറിയിട്ട് എന്താവും, കോസ് 2 ആവും. ദോ ദിസ് ഈസ് ദ സിങ്കണൈസിങ് പവർ ഇക്വേഷൻ അല്ലെങ്കിൽ സിങ്കണൈസിങ് പവർ ഇക്വേഷൻ ഫോർ എ സാലിയൻറ്റ് പോൾ മെഷീൻ. ക്ലിയർ? അപ്പം ഇത്രയുള്ള കാര്യം നമ്മൾ പഠിച്ചു. നമ്മൾക്ക് ഏത് മെഷീനിലാണ് നമ്മൾക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ, നമ്മളുടെ സാലിയൻറ്റ് പോൾ മെഷീനിലാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. ക്ലിയർ? അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഹെഡിങ് കൊടുക്കുക, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ. സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ടേം എന്തിന് പ്രപ്പോർഷനാണ്, നമ്മുടെ സിങ്കണൈസിങ് പവറിന് പ്രപ്പോർഷനിലാണ്. ശരിയല്ലേ? ഈ സിങ്കണൈസിങ് പവറിന് എന്തിന് പ്രപ്പോർഷനാന്ന് പറഞ്ഞാൽ എക്സൈറ്റേഷന് പ്രപ്പോർഷനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി പറയാം നമ്മളുടെ സ്റ്റെബിലിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു നമ്മളുടെ എക്സൈറ്റേഷനാന്ന് പറയാം. അങ്ങനെ സ്റ്റെബിലിറ്റി എക്സൈറ്റേഷന് പ്രപ്പോർഷനാന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, നമുക്ക് 2 ടൈപ്പ് എക്സൈറ്റേഷൻ ഉണ്ട്. ഏതൊക്കെ? ഓവർ എക്സൈറ്റേഷനും അണ്ടർ എക്സൈറ്റേഷനും, അല്ലേ? അപ്പോൾ അണ്ടർ എക്സൈറ്റേഷനിലും ഓവർ എക്സൈറ്റേഷനിലും എങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം എപ്പോഴും നമ്മൾ എക്സൈറ്റേഷൻ കൂടുമ്പോൾ നമ്മൾക്ക് സ്റ്റെബിലിറ്റി കൂടും. ശരിയല്ലേ? അപ്പോൾ എക്സൈറ്റേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ടൈപ്പ് സിങ്കണസ് മെഷീൻ ആയിരിക്കും? ഓവർ എക്സൈറ്റഡ് സിങ്കണസ് മെഷീൻ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ ഓവർ എക്സൈറ്റഡ് സിങ്കണസ് മെഷീൻ ആയിരിക്കും എന്ത്, ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ അവർ അണ്ടർ എക്സൈറ്റഡ് സിങ്കണസ് മെഷീൻ. ക്ലിയർ? അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഓവർ എക്സൈറ്റഡ് സിങ്കണസ് മെഷീൻ വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ ആൻ അണ്ടർ എക്സൈറ്റഡ് സിങ്കണസ് മെഷീൻ. അപ്പം ജനറലി പറയുവാണെങ്കിൽ നമ്മളുടെ സിങ്കണസ് മെഷീൻ ആർ ഡിസൈൻഡ് വിത്ത് ഏത് എക്സൈറ്റേഷൻ? ഓവർ എക്സൈറ്റേഷൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. എന്തിനാണ് ഓവർ എക്സൈറ്റേഷൻ ഡിസൈൻ ചെയ്യുന്നത്? ടു ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ഓവർ എക്സൈറ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മളുടെ ഓവർ എക്സൈറ്റേഷൻ നമ്മളുടെ സിങ്കണസ് മോട്ടർ എപ്പോഴാണ് എക്സിബിറ്റ് ചെയ്യുക? സിങ്കണസ് മോട്ടർ അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ലീഡിങ് പവർ ഫാക്ടറിലായിരിക്കും. സിമിലർലി നമ്മളുടെ സിങ്കണസ് ജനറേറ്റർ ഏത് പി എഫിലായിരിക്കും ഉണ്ടാവുക? ലാഗിങ് പി എഫിലാണ് ഡിസൈൻ ചെയ്യുക. എന്തിനാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്? ടു ഇംപ്രൂവ് സ്റ്റെബിലിറ്റി. അപ്പോൾ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സിങ്കണസ് മോട്ടർ ഏത് പി എഫിലാണ്? ലീഡിങ് പി എഫിലും. നമ്മുടെ സിങ്കണസ് ജനറേറ്റർ അതായത് നമ്മൾ ഓൾട്ടർനേറ്റർ ഏത് പി എഫിലായിരിക്കും? ലാഗിങ് പി എഫിലായിരിക്കും ഡിസൈൻ ചെയ്യുക, സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. ഓക്കെ, അതാണ് നമുക്ക് അവിടെ പറയാനുള്ളൊരു കാര്യം. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സിങ്കണൈസിങ് പവറിനെ കുറിച്ച് പറഞ്ഞു, ശരിയല്ലേ? അപ്പോൾ ഈ സിങ്കണൈസിങ് പവർ അല്ലെങ്കിൽ സിങ്കണൈസിങ് പവർ കോഎഫിഷ്യൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ആരാണ് ഈ സിങ്കണൈസിങ് പവർ എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലിയർ? അപ്പോൾ സിങ്കണൈസിങ് പവർ എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിങ്കണൈസിങ് പവർ നമ്മുടെ സിങ്കണസ് പവറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സംഭവമാണ്, അല്ലേ? അപ്പോൾ ഈ സിങ്കണൈസിങ് പവർ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിങ്കണൈസിങ് പവർ എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ, വെൻ നമ്മളുടെ മെഷീനിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്യാമെന്ന് വിചാരിക്കും. ഇഫ് ദ മെഷീൻ ഈസ് സബ്ജക്റ്റഡ് ടു സം ഡിസ്റ്റർബൻസ്, ചെറിയ ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു സാധനമാണ് ആക്ച്വലി നമ്മൾ പറയുന്നത് ഈ സിങ്ക്രണസ് പവർ. ഓക്കെ, അപ്പം ഈ സിങ്ക്രണൈസിങ് പവറിൽ ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് ആക്ച്വലി നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? വി ഹാവ് ടു മെയിൻറ്റെയിൻ
ദ സ്റ്റെബിലിറ്റി അല്ലേ, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ സിങ്ക്രണസ് പവറിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ സ്റ്റെബിലിറ്റി ആസ് ലോങ് ആസ് ദ ഡിസ്റ്റർബൻസ് എക്സിസ്റ്റ്. അപ്പോൾ ഡിസ്റ്റർബൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കാലം എന്ത് ചെയ്യേണ്ടത്, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വൺസ് നമ്മൾ ഡിസ്റ്റർബൻസ് ക്ലിയർ ആയ പിന്നെ നമുക്ക് സിങ്ക്രണൈസിങ് പവറിൻ്റെ പ്രശ്നം വരുന്നേ ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോയിന്റ് പഠിക്കണം. സിങ്ക്രണൈസിങ് പവർ എന്ന് പറയുന്നത് ചെറിയൊരു പീരീഡിന് മാത്രമുള്ള ഒരു പവറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വിളിക്കാം, നമ്മളെ സിങ്ക്രണൈസിങ് പവറിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഈസ് ട്രാൻസിയൻ്റ് ഇൻ നേച്ചർ. ഓക്കെ, സിങ്ക്രണൈസിങ് പവർ ഈസ് ട്രാൻസിയൻ്റ് ഇൻ നേച്ചർ. അതുപോലെ തന്നെ നമുക്ക് പറയാം നമ്മളെ സിങ്ക്രണൈസിങ് പവർ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്റ്റർബൻസ്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് ഡിസ്റ്റർബൻസ് ആണ് ആക്ച്വലി അത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് പവർ എന്ന് വിളിക്കാം, ട്രാൻസിയൻ്റ് പവർ എന്നും വിളിക്കാം. ഓക്കെ, ദീസ് ആർ ദ ടേം വിത്ത് റെസ്പെക്ട് ടു അവർ സിങ്ക്രണൈസിങ് പവർ. ഈ സിങ്ക്രണൈസിങ് പവർ ആക്ച്വലി എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു പവർ വേഴ്സസ് ലോഡ് ആംഗിൾ കർവ് ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇതാണ് നമ്മൾ ഡോ എന്ന് വിചാരിക്കുക. അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്തു. അങ്ങനെ ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ പ്ലസ് ഡോ പ്ലസ് ഡെൽറ്റ ഡോ എന്ന് വരും. അപ്പോൾ ഈ ഡെൽറ്റ ഡോ എന്ന് പറയുന്ന ടേം ഈസ് ആക്ച്വലി ഡെൽറ്റ ഡോ എന്ന് പറയുന്ന ടേം ഈസ് ആക്ച്വലി നമ്മളെ ലോഡ് ആംഗിൾ ആണല്ലോ ഇത്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ലോഡ് ആംഗിൾ എന്ന് പറയാം. അതെ അല്ലേ, ലോഡ് ആംഗിളിൽ വരുന്ന ചേഞ്ച് ആണ് അത്. ഈ ലോഡ് ആംഗിൾ ചേഞ്ച് ചെയ്യാൻ കാരണം ആരാണ്, ഡ്യൂ ടു സം ഡിസ്റ്റർബൻസ് അല്ലേ, ഇൻ ഇലക്ട്രിക്കൽ ഡിഗ്രീസ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഡിഗ്രീസിൽ ഉണ്ടാകുന്ന ചെറിയ ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ ഈ ചേഞ്ച് ഇൻ ലോഡ് ആംഗിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് നമ്മളെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം എന്തിന് പ്രപ്പോഷനാണ്, സിങ്ക്രണൈസിങ് പവറിന് പവർ കോഎഫിഷ്യന്റിന് ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിങ്ക്രണൈസിങ് പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സിങ്ക്രണൈസിങ് പവർ ഈസ് ഈക്വൽ ടു ആക്ച്വലി സിങ്ക്രണൈസിങ് പവർ കോഎഫിഷ്യന്റ് ഇൻറ്റു ആ ചെറിയൊരു ചേഞ്ച്, അതാണ് ഡെൽറ്റ ഡോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം, ഇ വി ബൈ എക്സസ് ഇൻറ്റു കോസ് ഡോ ആണല്ലോ ഇൻറ്റു ഡെൽറ്റ ഡോ. ദിസ് ഈസ് ദ സിങ്ക്രണൈസിങ് പവറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് സിങ്ക്രണൈസിങ് പവറിൻ്റെ ഇക്വേഷൻ. ഇത് സിങ്ക്രണൈസിങ് പവർ കോഎഫിഷ്യൻ്റ് ആണ് ഈ PS1. ഓക്കെ, ഇനി നമുക്ക് ഈ പവറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പുതിയൊരു ടേം പഠിക്കാം, അതാണ് സിങ്ക്രണൈസിങ് ടോർക്ക്. ഓക്കെ, സിങ്ക്രണൈസിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P ബൈ ഒമേഗയാണ് സാധാരണ ടോർക്ക്, P ബൈ ഒമേഗ. ശരി, അതുപോലെ തന്നെ നമുക്ക് സിങ്ക്രണൈസിങ് ടോർക്കിനെയും വിളിക്കാം എന്ത്, സിങ്ക്രണൈസിങ് പവർ ഡിവൈഡഡ് ബൈ ഡോ, അല്ല ഡോ അല്ല സോറി ഒമേഗ. ഓക്കെ, സോ വി ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് ഈസ് ഇ വി ബൈ എക്സസ് ഇൻറ്റു കോസ് ഡോ ഇൻറ്റു ഡെൽറ്റ ഡോ ഡിവൈഡഡ് ബൈ ആര്, ഒമേഗ. ഇതിൻ്റെ കൂടെ ഒരു ഒമേഗയും കൂടി വരും. ഇതാണ് നമ്മൾക്ക് സിങ്ക്രണൈസിങ് പവറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ സിങ്ക്രണൈസിങ് പവറിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ടേമിൻ്റെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സിങ്ക്രണൈസിങ് പവറിൽ നമ്മൾ ആക്ച്വലി ഇതെല്ലാം പറയുന്നത് നമ്മളൊരു മാക്സിമം ടോർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നൊരു കേസ് വെച്ച് റെസ്പെക്റ്റ് അല്ലേ പറയാം. അപ്പം ആ മാക്സിമം ടോർക്ക് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ സിങ്ക്രണസ് മെഷീനിൽ, അതായത് സിങ്ക്രണിസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും, മാക്സിമം ടോർക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ആ മാക്സിമം ടോർക്കിനെ എന്താ വിളിക്കുക എന്നാണ് ചോദ്യം ചോദിക്കാറ്. ആ ചോദ്യം ജസ്റ്റ് ഒന്ന് എഴുതുക. അതായത് ദ മാക്സിമം ടോർക്ക്, ഓക്കെ, the maximum torque that can be developed, okay, the maximum torque that can be developed by synchronous machine
വിത്തൗട്ട് ലൂസിങ് ഇറ്റ്സ് സിങ്ക്രണിസം ലൂസ് ചെയ്യാതെ ഒബ്റ്റെയിൻ ചെയ്യുന്ന മാക്സിമം ടോർക്കിന് വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ പേരാണ് ഒന്നെങ്കിൽ നമുക്ക് പറയാം മാക്സിമം ടോർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് ബ്രേക്ക് ഡൗൺ ടോർക്ക്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് പുൾ ഔട്ട് ടോർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് സ്റ്റോളിംഗ് ടോർക്ക്. ഓക്കെ, അപ്പോൾ ഇത്തരം പേരുകളിലാണ് ആ ടോർക്കുകളെ അറിയപ്പെടുക. ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചു വയ്ക്കാനുള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് അറിയാൻ വേണ്ടി ഉള്ളത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.